സിയുടെ അറസ്റ്റ് ഉണ്ടായ ദിവസം സിയുടെ ഭാര്യ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാവുകയാണോ? എന്റെ ഈ കൊന്തയുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കുമെന്നാണ് അന്ന് സി ജോർജിന്റെ ഭാര്യ ഉഷ പറഞ്ഞത്. സിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉദ്ധരിച്ച ശാപവാക്കുകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെയും മകളെയും ഒക്കെ ആഞ്ഞു കുത്തുന്നു. പിന്നാലെ സജി ചെറിയാൻ അപ്രതീക്ഷിതമായി തന്നെ ഭരണഘടനാ പരാമർശ വിവാദത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു. അന്നു മുതൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലുള്ള ഓരോരുത്തർക്കും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി എങ്കിലും വീണ്ടും വീണ്ടും നാക്കുപിഴ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സി ജോർജിന്റെ കുടുംബം ഇതിനുശേഷം വെറുതെ ഇരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട കാര്യവും. പീഡന കേസിൽ സിയെ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിനിറങ്ങുകയായിരുന്നു മകൻ ഷോൺ ജോർജ്. ഇതിന്റെ ഫലമാണ് എക്സാലോജിക്കിനും പിണറായി വിജയന്റെ മകൾ വീണയ്ക്കുമെതിരായുള്ള ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണവും മറ്റും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള കുറ്റപത്രം ചർച്ചയാകുമ്പോൾ പരാതിക്കാരൻ ഷോൺ ജോർജ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും. അതായത് സി അറസ്റ്റ് ചെയ്ത് ആഘോഷമാക്കിയവരെ എല്ലാം വെട്ടിലാക്കുന്ന പോരാട്ടം പൂഞ്ഞാറിലെ കുടുംബം തിരിച്ചും നടത്തിയിരിക്കുന്നു. മുനമ്പം വിഷയത്തിൽ വഖഫ് ബില്ലിൽ ക്രൈസ്തവ സഭകളുടെ മനസ്സ് BJPക്കൊപ്പമാക്കിയതും ഷോൺ ജോർജ് ആണ്. വഖഫ് ബിൽ രാജ്യസഭയിൽ ചർച്ചയ്ക്ക് വന്ന അതേ ദിവസം തന്നെ വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ധനമന്ത്രാലയം ഒരു തീരുമാനമെടുത്തതും ഇതിന്റെ പിന്നിലെ നിർണായക ശക്തിയായി മാറിയതും ഈ ഷോൺ ജോർജ് തന്നെ. ഷോൺ ജോർജ് എന്ന ഈ അഭിഭാഷകന്റെ നിശ്ചയദാർഢ്യമാണ്, സി ജോർജിന്റെ മകനായ ഷോണിന്റെ നിശ്ചയദാർഢ്യമാണ് ഇതിനെല്ലാം കാരണമായത്. ഈ കേസിലെ വിചാരണയും വിധിയുമെല്ലാം പിണറായി കുടുംബത്തിന് എതിരാകുമെന്ന് തന്നെ ഷോൺ ജോർജ് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ് ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയാണെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് കേസിലെ പരാതിക്കാരൻ കൂടിയായ ഷോണിന്റെ പ്രതികരണവും പുറത്തു വന്നത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതെന്നും ഷോൺ ചൂണ്ടിക്കാട്ടുന്നു. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണിതെങ്കിലും കേസിന്റെ പ്രസക്തി വർദ്ധിച്ചത് KSIDC എന്ന പൊതുമേഖലാ സ്ഥാപനം ഇതിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ്. 135 കോടി രൂപ തിരിമറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ 185 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. വീണ കൈപ്പറ്റി എന്ന് പറയുന്ന തുക 1.72 കോടി രൂപയിൽ നിന്ന് 2.72 കോടി രൂപയായി മാറിയിരിക്കുന്നു. 182 കോടി രൂപ തിരിമറി വഴി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 25 കോടി രൂപയ്ക്കടുത്താണ് ഇപ്പോൾ നഷ്ടമുണ്ടായിട്ടുള്ളത്. ആ നഷ്ടം സംഭവിച്ചിട്ടുള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായി വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഈ പണം നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് നൽകിയ പണമാണെന്ന റിപ്പോർട്ടിലുണ്ടായ പരാമർശം പോലും ആ സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും വൈകാതെ ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഷോൺ ജോർജ് അടക്കം മുന്നോട്ട് വെക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം പിണറായി വിജയന്റെ രാജിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന്റെ കുരുക്കായത് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ടാണ് എന്നും നേരത്തെ തന്നെ വിവരം പുറത്തു വന്നു കഴിഞ്ഞു. CMRL നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക് ഹാജരാക്കിയിട്ടില്ല എന്നാണ് ബാംഗ്ലൂരിലെ ROCയുടെ കണ്ടെത്തൽ. പണത്തിന് GST അടച്ചെന്ന വിവരം മാത്രമാണ് എക്സാലോജിക് കൈമാറിയത്. പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കുമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. തടവും പിഴശിക്ഷയും കിട്ടാവുന്ന തെറ്റുകൾ വീണ വിജയന്റെ കമ്പനി നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ SFIOയുടെ കുറ്റപത്രത്തിലുമുണ്ട് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു SFIO അന്വേഷണം തുടങ്ങിവെച്ചത് എന്ന്. ഇതിനെല്ലാം വഴിയൊരുക്കിയതും കൂടെ നിശ്ചയദാർഢ്യത്തോടെ നിന്നതും ഷോൺ ജോർജ് മാത്രമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണയുടെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് മുമ്പ് പറഞ്ഞിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. ഏതായാലും ഷോൺ ജോർജിന്റെ നിശ്ചയദാർഢ്യമാണ് ഈ കേസിനെ ഇവിടെ വരെ എത്തിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.